ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് തിരുവചനത്തിലേക്ക് യാത്രയാകുന്നതിന് മുൻപ് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ ആവശ്യമായ കൃപാവരം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളിന്ന് കേൾക്കുന്ന തിരുവെഴുത്ത് ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ജീവൻ നൽകുന്നതാകുവാൻ അവിടുത്തെ ശക്തിയാലും കരുത്താലും ഈ വചനം കേൾക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ തിരുവചനമാണ് നമ്മളിന്ന് ധ്യാനിക്കുവാനായിട്ട് എടുക്കുക. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. യേശുവിൻ്റെ നാമത്തെ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നവന് 100 ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നുള്ള വചനവാഗ്ദാനമാണ് യേശു നമുക്ക് ഇവിടെ നൽകുക. സ്വന്തം ജീവൻ ദൈവരാജ്യത്തിനു വേണ്ടി നഷ്ടപ്പെടുത്തുന്നവനാണ് അത് കണ്ടെത്തുക. സ്വന്തം ജീവനെ രക്ഷിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി ഒന്നും നേടുവാനായിട്ട് സാധ്യമല്ല എന്ന് ഈ വചനഭാഗത്തിലൂടെ അവിടുന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. സമ്പൂർണവും സമഗ്രവുമായ ഒരു സമർപ്പണമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനു വേണ്ടി ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, ഒരു ഗോതമ്പ് മണിയുടെ കാര്യമെടുത്താൽ അത് നന്നായി അഴുകി ഇല്ലാതാകുമ്പോഴാണ് അതിനകത്തുനിന്ന് കരുത്തുറ്റ മുള പുറത്തേക്ക് വരുന്നത്. അത് കുഴിച്ചിട്ട് വലുതായി കഴിയുമ്പോൾ സമൃദ്ധമായ ഫലം തരും. ഇതിന് മുള വന്നില്ലെങ്കിൽ, ഈ ഗോതമ്പ് മണി അഴിയുന്നില്ലെങ്കിൽ 2 കാര്യങ്ങൾ അവിടെ നഷ്ടമാകും. നമുക്ക് ഫലവും നഷ്ടമാകും, വിത്തും നഷ്ടമാകും. കർത്താവ് പറയുകയാണ്, എൻ്റെ നാമത്തെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് അവന് പ്രതിഫലമുണ്ട്. ചെറിയ രീതിയിലുള്ള പ്രതിഫലമല്ല അവിടുന്ന് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സമർപ്പണം സമ്പൂർണ്ണമാകുമ്പോൾ അതിന് ഫലം ഉണ്ടാകുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. തൻ്റെ ഓമനപുത്രനെയും കൊണ്ട് ബലിയർപ്പിക്കാനായി മലമുകളിൽ ചെല്ലുന്ന അബ്രാഹത്തിൻ്റെ വിശ്വാസവും സമർപ്പണവും കർത്താവ് പരീക്ഷിച്ചറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ 2 കാര്യത്തിലും അബ്രാഹം വിജയം നേടുകയാണ്. മകനെ ബലിയർപ്പിച്ചു, വിശ്വാസത്തിൽ മുന്നേറി, സമർപ്പണം പൂർത്തിയാക്കി. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ മകനെ കർത്താവ് അബ്രാഹത്തിന് തിരിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായപ്പോൾ ആ ജീവനെ തിരിച്ചു നൽകുന്ന സ്വർഗപിതാവിൻ്റെ വലിയ സ്നേഹം, കരുതൽ എല്ലാം നമ്മൾ ഇവിടെ കാണുകയാണ്. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്ന അനേക ജീവിതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം, നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തന മേഖലകളിൽ ആയിരുന്നു കൊള്ളട്ടെ, അവിടെയും ഇങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി സമ്പൂർണ്ണമായ സമർപ്പണം നടത്തുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സഹോദരി പറഞ്ഞ ഒരു അനുഭവം ഓർക്കുകയാണ്. ജീവിത പങ്കാളി മരിച്ചുപോയി. 2 മക്കളാണ് ആ സഹോദരിക്കുള്ളത്. മാനസിക വൈകല്യമുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാപകല് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഈ കുഞ്ഞുങ്ങളെ പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സഹോദരി പറഞ്ഞ ഒരു കാര്യം ഓർമ്മയിലേക്ക് വരികയാണ്. സിസ്റ്ററെ, ഈ മക്കൾക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജോലി ചെയ്യുവാനുള്ള കഴിവും കരുത്തും കൃപയും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതും പരമവുമായിട്ടുള്ള ഒരു കാര്യമാണ്. സമ്പൂർണമായിട്ടുള്ള ഒരു സമർപ്പണം കർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഏത് പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് സമ്പൂർണമായ ഒരു സമർപ്പണം നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് റെഡിയാകുകയാണെങ്കിൽ അവിടെ കർത്താവ് തരുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും.
രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഏലിയ പ്രവാചകനെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഏലിയ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ശരണപ്പെടുന്നവൻ എന്നാണ് ഏലിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഏലിയ പ്രവാചകൻ. സിറഫാത്തിൽ പോയി താമസിക്കുന്ന സമയത്ത് വിധവയുടെ അടുക്കൽ ഈ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് നീ കുറച്ച് അപ്പം ഉണ്ടാക്കി തരണം. അവൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആകെപ്പാടെ കുറച്ച് അപ്പമേ ഉള്ളൂ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ എനിക്ക് അപ്പം ഉണ്ടാക്കിത്താ, നിൻ്റെ കലത്തിലെ മാവ് തീരുകയില്ല, നിൻ്റെ കുടത്തിലെ എണ്ണ വറ്റുകയില്ല. ഈ വിധവയായ സ്ത്രീ ഇവിടെ വിശ്വസിക്കുകയാണ്. ഉള്ളത് വെച്ച് ഒരു സമർപ്പണം നടത്താൻ തയ്യാറാവുന്ന ഒരു വിധവയായ സ്ത്രീയെ ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുകയാണ്. അവൾ പ്രവാചകനിൽ വിശ്വസിച്ചു, ദൈവത്തിലും അവൾ വിശ്വസിച്ചു. പ്രവാചകനിലും ദൈവത്തിലും വിശ്വസിച്ചതുകൊണ്ടാണ് ഈ ഉള്ള അപ്പം കൊണ്ട്, മാവ് കൊണ്ട് അപ്പം ചൂടാനായിട്ടുള്ള തീരുമാനം അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൾ പ്രവാചകന് അപ്പം ചുട്ടുകൊടുത്തു. മാവ് തീരുന്നില്ല, എണ്ണ തീരുന്നില്ല, സമൃദ്ധമായി അത് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. സമർപ്പണത്തിൻ്റെ ഫലമാണത്. സമർപ്പിക്കുവാൻ നമ്മൾ റെഡിയാണെങ്കിൽ ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്കതിന് സാധിക്കണം. സമർപ്പണം ആവശ്യപ്പെടുന്ന ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നമ്മൾ സമർപ്പിക്കാൻ റെഡിയാകണം. അല്ലാത്തവർക്ക് സമർപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, അനുദിന ജീവിതത്തിൽ കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്, ഇല്ലേ? നമ്മൾ കാണുന്നതാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി സ്വന്തം വഴിയെ മാത്രം യാത്രയാകുന്ന അനേകരെ കണ്ടുമുട്ടുന്നുണ്ട് നമ്മൾ ഓരോ ദിവസവും. വീണ്ടും നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനന്യായെയും സഫീറായെയും നമ്മളവിടെ കണ്ടുമുട്ടുന്നുണ്ട്. അവരും ഒരു സമർപ്പണം ദൈവത്തിന് മുമ്പിൽ നടത്തുന്ന ഒരു മനുഷ്യരാണ്. പക്ഷേ ആ സമർപ്പണത്തിൽ വലിയൊരു കുറവ് നമ്മൾ കാണുകയാണ്. സമർപ്പണത്തിൽ കുറവ് സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയുമോ? വിശ്വാസത്തിൽ ചഞ്ചലിപ്പ് ഉണ്ടാകുമ്പോഴാണ് സമർപ്പണത്തിൽ കുറവ് അനുഭവപ്പെടുന്നത്. അവരെന്ത് ചെയ്തു? ഒരു കുറച്ച് അവരങ്ങോട്ട് പിടിച്ചു വെച്ചു. പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുക്കാനായിട്ട് റെഡിയായില്ല. അങ്ങനെ അങ്ങ് കണ്ണടച്ച് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് എന്തേ? കുറച്ച് കാര്യം പിടിച്ചു വെച്ചു. ഇങ്ങനെ ഈ കുറച്ച് കാര്യം പിടിച്ചു വെച്ചുകൊണ്ടുള്ള അവരുടെ സമർപ്പണത്തിൽ അവർക്ക് രക്ഷ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ശിക്ഷിക്കപ്പെടുന്നതായിട്ടും നമ്മൾ വചനത്തിൽ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അത് പൂർണ്ണമായ വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കരുത്തായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് പ്രവൃത്തിയും ദൈവം നമ്മളിൽ നിന്ന് ആശിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുമ്പോൾ അതിനൊരു പൂർത്തീകരണം ഉണ്ടായിരിക്കും എന്നുള്ളത് വചനം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാലും നമ്മൾ കാണുന്നത് അതുതന്നെയാണ്. ലൂക്കാ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന സക്കേവൂസ് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. അവനുള്ളത് മുഴുവനും അവൻ തിരിച്ചു നൽകുവാനായിട്ട് റെഡിയായി. ഈ ഉള്ളത് മുഴുവനും സമർപ്പിക്കുവാനായിട്ട് സക്കേവൂസ് മനസ്സ് കാണിച്ചതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് അവന് കിട്ടുന്നത് രക്ഷ എന്ന് പറയുന്ന മഹാദാനമാണ് സക്കേവൂസിന് സമ്മാനമായി കിട്ടുന്നത്. രക്ഷ സമ്മാനമായി നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്തോ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. സമർപ്പണത്തിൻ്റെ രണ്ടാമത്തെ ഫലമെന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന രക്ഷ അനുഭവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. കഞ്ചാവിന് അടിമയായ ഒരു സഹോദരനെ എനിക്കറിയാം. വർഷങ്ങളായിട്ട് കഞ്ചാവ് അടിച്ച് തലയ്ക്ക് ലെവലില്ലാതെ ഇങ്ങനെ മാനസിക രോഗിയായിട്ട് നടക്കുന്ന ഒരു സഹോദരന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമായി അദ്ദേഹത്തെ ഞങ്ങൾ പോട്ട ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്, ധ്യാനിക്കാനായിട്ട്. അവിടെ പോയി ഇരുന്നു, കർത്താവിൻ്റെ വചനം കേട്ടു. ഒരാഴ്ച വചനം കേട്ട് തിരിച്ചു വന്നു, സംസാരിച്ചു, പറഞ്ഞു ഞാൻ കഞ്ചാവ് ഇപ്പോൾ വലിക്കുന്നില്ല, ഞാൻ നിർത്തി, പക്ഷേ എനിക്ക് തലയ്ക്കൊരു സുഖമില്ല. വീണ്ടും അടുത്ത ആഴ്ച തന്നെ, തൊട്ട് വരുന്ന ഞായറാഴ്ച തന്നെ വീണ്ടും അടുത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു വചന കൂടാരത്തിലോട്ടും കൂടെ ആ സഹോദരനെ ഞങ്ങൾ പറഞ്ഞയച്ചു. അനുസരിക്കാനായിട്ട് റെഡി ആയതുകൊണ്ട് കർത്താവ് കൊടുത്ത അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ആ സഹോദരന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
പോയിരുന്നു. 2-ാം വട്ടവും വചനകൂടാരത്തിൽ പോയി വചനം കേട്ടു. കേട്ട വചനത്തിൻ്റെ അഭിഷേകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലേക്കും വന്നു നിറഞ്ഞു. പഴയ ജീവിതത്തോട് സമ്പൂർണ്ണമായിട്ടൊരു വിട പറച്ചിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയാൽ യേശു അവനെ അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. ഇന്ന് മിടുക്കനായി ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നയിച്ച് മുൻപോട്ട് പോരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ നിനക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് മനസ്സുണ്ടെങ്കിൽ, റെഡിയാണെങ്കിൽ, കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് ഇപ്പോൾ ഇവിടെ അത്ഭുതം പ്രവർത്തിക്കും. സമർപ്പണത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫലമുണ്ട്. ആ കൃപ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ അഭിഷേകം നുകരുവാനായി കാണുവാനായിട്ട് സാധിക്കുക. ജോബിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ജോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയ ജോബ്. എല്ലാം നഷ്ടപ്പെട്ടു പോയ ജോബ്, ആടുകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, മക്കൾ എല്ലാം കൈവിട്ടു എന്ന് മനസ്സിലാക്കിയ ജോബ് ദൈവത്തിൽ സമ്പൂർണമായിട്ട് ആശ്രയിച്ചു. ദൈവത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ചു. ദൈവം എടുക്കുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകട്ടെ, ഇനി ദൈവം എനിക്ക് ആഗ്രഹിക്കുന്നത് മാത്രം എനിക്ക് തന്നാൽ മതി. ആ വിശ്വാസം തൻ്റെ സമർപ്പണമായി ജോബ് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ തിരുവചനത്തിൻ്റെ 42-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വചനം കണ്ടുമുട്ടുകയാണ്, കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപത്തേതിനേക്കാൾ കൂടുതൽ അഭിഷേകമായി തിരിച്ചു നൽകി. ശേഷിച്ച അവൻ്റെ ജീവിതത്തെ നേരത്തെ ജീവിതത്തെക്കാളും കൂടുതൽ ശക്തമായിട്ട് നൽകി. കൂടുതൽ ആടുകളെയും മാടുകളെയും സമ്പത്തും സൗകര്യങ്ങളും സുഖവും എല്ലാം നൽകി ജോബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായി തിരുവചനത്തിൽ കാണുകയാണ്. ദൈവം നമുക്ക് നൽകുന്നതിനെ സമ്പൂർണമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് സമർപ്പണം നമ്മളിൽ പൂർണ്ണമാകുന്നത്. നമുക്കറിയാം, പിതാവായ ദൈവം തൻ്റെ പുത്രനെ മനുഷ്യകുലത്തിന് വേണ്ടി സമർപ്പിച്ചു. യേശുവിൻ്റെ ജീവിതം മുഴുവനും ഒരു സമർപ്പണമായിരുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി ജീവിതം പിതാവിൻ്റെ ഹിതാനുസരണം നടപ്പിലാക്കിയതുകൊണ്ട് അവിടുത്തെ ഇന്നും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിലൂടെ വിശുദ്ധ കൂദാശയിലൂടെ യേശു ഇന്നും നമുക്ക് സമീപസ്ഥനാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി തന്നെ നൽകി. ഇങ്ങനെ യേശുക്രിസ്തുവിനെ നാഥനും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ പൂജിച്ച് നമ്മുടെ ജീവിതത്തെ, ഓരോ ദിവസത്തെയും ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ അനുദിന ജീവിതം സമ്പൂർണ്ണ ബലിയായി കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. തിരുവചനത്തിൻ്റെ ആഴഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഒരു വചനഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം. നമ്മുടെ നിക്ഷേപം ദൈവത്തിലാണെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ധനികനായ ഒരു യുവാവിനെ നമ്മൾ കാണുന്നുണ്ട്. നല്ല രസമാണ് ആ ബൈബിൾ പാസേജ്. എല്ലാ കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ച ഒരു യുവാവ്, യേശു സ്നേഹത്തോടെ കടാക്ഷിച്ചവരിൽ ഒരുവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ യുവാവിനെ കുറിച്ച് പറയാം. ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് യേശു അവനെ കടാക്ഷിച്ചത്. പക്ഷേ അവന് യേശുവിൻ്റെ കടാക്ഷം പോലെ ഒരു സമർപ്പണം നടത്താൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഈ യുവാവിൻ്റെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത്. എല്ലാ പ്രമാണങ്ങളും പഠിച്ചു, നല്ല അറിവുണ്ട്, നല്ല ബോധമുണ്ട്, എല്ലാ കാര്യങ്ങളും പാലിക്കുന്നുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ പ്രബോധനത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ ധനികനായ യുവാവിന് സാധിച്ചില്ല. അതുകൊണ്ടെന്തേ, അവന് യേശുവിൻ്റെ മാർഗം കൈവിട്ടുപോയി. ഒരുപാട് അറിവുകളുണ്ടായിട്ടും പ്രമാണങ്ങൾ പാലിക്കുന്നത് കൊണ്ടും പള്ളിയിൽ പോകുന്നത് കൊണ്ടും യേശുവിൻ്റെ പ്രബോധനത്തോട് നമ്മൾ ചേരുന്നില്ല എങ്കിൽ അത് നമുക്ക് കൈവിട്ട പോലെയാകും. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് നേടി പക്ഷെ ഒന്നുമില്ലാത്തവരെ പോലെ അവസാനം. ഒരുപാട് നേടി പക്ഷേ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോയി മുട്ടിക്കുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന
ജീവിതത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഹിതം പോലെ നമ്മൾക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹമാകാനും അനുഗ്രഹം കൊടുക്കാനുമായിട്ടുള്ള വിളിയാണ് സമർപ്പണത്തിൻ്റെ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത്. ഒരു കുടുംബിനിയാകാം, അല്ലെങ്കിൽ ഒരു കുടുംബനാഥനാകാം, ഒരു പുരോഹിതനാവാം, ഒരു കന്യാസ്ത്രീയാകാം, ആരും ഏത് നിലയിലും ആയിക്കൊള്ളട്ടെ, ആയിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് അനുഗ്രഹമാകാനും അനുഗ്രഹമേകാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് സമർപ്പണത്തിൻ്റെ വലിയൊരു കൃപാവരം നമ്മളിലേക്ക് ഒഴുക്കുന്ന മറ്റൊരു വഴി എന്ന് പറയുന്നത്. പത്രോസിനെ കർത്താവ് വിളിച്ചു. ഒരുപാട് പ്രാവശ്യം ഈ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഈ തള്ളിപ്പറഞ്ഞ പത്രോസിനെയാണ് സഭയുടെ നേതൃത്വത്തിലേക്ക് കർത്താവ് വിളിച്ച് ചേർത്ത് വയ്ക്കുന്നത് എന്ന് നമുക്കറിയാം. അനേകരെ ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക്, അനേകരിലൂടെ യേശുവിനെ ദൈവരാജ്യത്തിലേക്ക്, ദൈവമക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു വിളിയും ദൗത്യവും ഒക്കെ ഈ സമർപ്പണ ഭാവത്തിൽ അടങ്ങിയിരിപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഞാൻ ഓർക്കുകയാണ്, നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരന് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. അങ്ങനെ ജോലി ചെയ്യവേ കിട്ടുന്ന ഒരു കുറച്ച് സമയം ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. അവരുടെ വീടിനടുത്തൊരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇദ്ദേഹം പോകും. ജോലി കഴിഞ്ഞ് വന്നാൽ 6 മണി തൊട്ട് 8 മണി വരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകും. സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അംഗത്വം വഹിച്ചുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു വരവേ ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ് കർത്താവ് കൊടുക്കുകയാണ്. നിന്നെ മുഴുവൻ സമയവും ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, നീ റെഡിയാണോ? മുഴുവൻ സമയവും ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, നീ റെഡിയാണോ? നല്ലൊരു ജോലിയുണ്ട്. ഈ ജോലിയിലൂടെ വേണം കുടുംബം നോക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. ഇദ്ദേഹം ഈ സന്ദേശം സ്വീകരിച്ച ഈ വ്യക്തി 40 ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. 40 ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. പ്രാർത്ഥനയുടെ അവസാനം ഇദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് കടന്നു വന്നു. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതാണെങ്കിൽ എനിക്ക് ജോലി അല്ല വലുത്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള വിളിയാണ് എനിക്ക് വലുത്. ഈ സഹോദരൻ എന്ത് ചെയ്തു? കുറച്ച് പേരുടെ ആലോചനയൊക്കെ ചോദിച്ചു. ദൈവത്തിൻ്റെ മനസ്സിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ ജോലി രാജിവെച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി. നിങ്ങൾക്കറിയുമോ, ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിലൂടെ കർത്താവിൻ്റെ വചനം പറഞ്ഞ് അനേകരെ ദൈവരാജ്യത്തിലേക്ക് ജനിപ്പിക്കുന്ന ഒരു സഹോദരനായിട്ട് കർത്താവെടുത്ത് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇങ്ങനെയൊരു ദൗത്യമുണ്ട്, ഇങ്ങനെയൊരു വിളിയുണ്ട്. കർത്താവിന് വേണ്ടി അധ്വാനിച്ച് ദൈവരാജ്യത്തിലേക്ക് വേണ്ടി അനേകരെ ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു വിളിയും ദൗത്യവും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെയൊക്കെ സമർപ്പണം പൂർണ്ണമാകുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് വളരെയേറെ ആഗ്രഹമായിരുന്നു ഒരു വർഷക്കാലം മിഷനിൽ പോയി ഒന്ന് ആദിവാസികളുടെ ഇടയിൽ പോയി കർത്താവിൻ്റെ വചനം പറയണം. ഒരു വർഷക്കാലം അവരുടെ കൂടെ ഇങ്ങനെ വില്ലേജിൽ തന്നെ താമസിക്കണം എന്നുള്ളത് ഭയങ്കരമായൊരു ആഗ്രഹമായിരുന്നു. സിസ്റ്ററായ കാലം മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാനത് എൻ്റെ സുപ്പീരിയേഴ്സിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്നെ ഒരു വർഷത്തേന് ഇങ്ങനെ ഒന്ന് വിടാമോ? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒരുങ്ങിയിട്ടുമൊക്കെ പോയി ചോദിച്ചതാണ്. പക്ഷേ എൻ്റെ മദർ എന്നോട് പറഞ്ഞ ആൻസർ എൻ്റെ ആഗ്രഹത്തിന് ഇണങ്ങിയത് ആയിരുന്നില്ല. മദർ എന്നോട് പറഞ്ഞു, ടെസിനെ, ഇപ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഞങ്ങൾ എങ്ങോട്ട് വിടുന്നോ അവിടെ പോയി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. എനിക്ക് ആ ഒരു ഉത്തരത്തെ സ്വീകരിക്കാനായിട്ടൊരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് ദീർഘസമയം പ്രാർത്ഥിച്ച്, കർത്താവേ, നീ എന്നെക്കുറിച്ച് അതല്ല ഇതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനതിന് സന്നദ്ധയാണെന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോന്നു. പിന്നീടുള്ള എൻ്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളിലെല്ലാം കൂടുതൽ ആഴതലങ്ങളിൽ കർത്താവിൻ്റെ വിളി അനുസരിച്ച്
കർത്താവിൻ്റെ ശബ്ദമനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചുവെന്ന് ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ദൈവത്തിന് മുൻപിൽ ഒരുപാട് നന്ദി പറയുവാനായിട്ടുണ്ട്. ഏത് മേഖലകളിലാണോ ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹത്തിനൊത്തായിരിക്കുകയില്ല കർത്താവ് നമ്മളെ വിളിക്കുക, നമ്മൾ ഇച്ഛിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല ദൈവം മനസ്സാകുന്നത്. ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയവരായി നിന്നുകൊണ്ട് സമർപ്പണം നടത്തുക എന്നുള്ളത് പരമവും പ്രധാനവുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും തീരുമാനമെടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. ഒരു ഭർത്താവായിരിക്കാം, നീ ഒരു ഭാര്യയായിരിക്കാം, ഒരു യുവാവോ യുവതിയോ ആയിരിക്കാം, പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. ഏത് ലെവലിൽ നിന്നുകൊണ്ടും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവനെ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരു കൊച്ചു കാര്യം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിന് വിലയുണ്ട്. ഞാൻ സമർപ്പിക്കുന്നതിനും ഇരട്ടി 10 ഇരട്ടിയായി ദൈവം എനിക്ക് തിരിച്ചു തരും. ഈ വലിയ വിശ്വാസം ഒരു കൊച്ചു കെടാവിളക്കായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുവാനായിട്ട് ഈ കേട്ട വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വചനമായ ഈശോയെ, അങ്ങയുടെ വചനത്തിന് വേണ്ടി എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുവാൻ അവിടുന്ന് എനിക്ക് സ്നേഹത്തിൻ്റെ തീവ്രത നൽകണമേ. നീ ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും എൻ്റെ ജീവിതം കൊണ്ട് ചെയ്തു തീർക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഞങ്ങളെ എല്ലാവരെയും അതിനുവേണ്ടി സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.